നമ്മുടെ അടുത്ത ഒരു കൂട്ടുകാരിയിലേക്ക് നമുക്ക് പോയാലോ? ബാദിയ നസ്രിൻ ടി പി. ബാദിയ നസ്രിൻ ടി പി ഒരു കിടിലൻ പ്രസംഗവുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വേങ്ങര സ്വദേശിനിയായ ബാദിയ നസ്രിൻ ടി പി. അവരുടെ സംസാരം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അസ്സലാമലൈക്കും. ഞാൻ ബാദിയ നസ്രിൻ. ഞാൻ 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ സ്ഥലം മലപ്പുറം വേങ്ങര. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പ്രസംഗമാണ്. ഒരിക്കൽ ഒരു വലിയ മനുഷ്യൻ മക്കയിൽ ജനിച്ചു. ജനനത്തിനു മുമ്പ് ഉപ്പയും 6-ാം വയസ്സിൽ ഉമ്മയെ നഷ്ടപ്പെട്ട അനാഥനായി ആണ് അദ്ദേഹം വളർന്നത്. ചെറുപ്പം മുതലേ സത്യം പറയുകയും നല്ലവനും കരുണയുള്ളവനുമായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുമായിരുന്നു. മുഹമ്മദ് നബിക്ക് ഒരു ദിവ്യ സന്ദേശം ലഭിച്ചു. ആ ദിവസം മുതൽ അദ്ദേഹം ആ ദിവ്യ സന്ദേശം മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും തമ്മിൽ സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം എന്നായിരുന്നു. മുഹമ്മദ് നബി നമ്മെ പഠിപ്പിച്ചത് എല്ലാവരോടും നന്നായി പെരുമാറണം. നമ്മുടെ ഉമ്മമാരോട്, ഉപ്പമാരോട്, സഹോദരങ്ങളോട്, അധ്യാപകരോട് എല്ലാവരോടും സ്നേഹത്തോടെ ബഹുമാനത്തോടെയും പെരുമാറണം. സത്യം പറയണം, എപ്പോഴും സത്യം പറയണം. സത്യം പറയുന്നത് നല്ല കാര്യമാണ്. കഠിനാധ്വാനം ചെയ്യണം. നമ്മൾ എന്ത് ചെയ്താലും കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് നല്ല ഫലം ലഭിക്കും. എല്ലാവരെയും സഹായിക്കണം. കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം. ആവശ്യക്കാർക്ക് നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കണം. മുഹമ്മദ് നബി നമ്മെ നല്ല മനുഷ്യരായി വളർത്താൻ സഹായിച്ചു. ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കേണ്ട എല്ലാ അദ്ദേഹത്തിന് പരീക്ഷണം മൂലം അനുഭവിച്ചു. ചെറുപ്പത്തിൽ അനാഥൻ, ഭാര്യയായ ഖദീജ റളിയല്ലാഹുവിന്റെ മരണം, അദ്ദേഹത്തിന്റെ മക്കളുടെ മരണം, ജനിച്ച സ്ഥലം, നാട് വിട്ട് പോകേണ്ടി വന്നത് എന്നീ തുടങ്ങി എല്ലാ പരീക്ഷണങ്ങളും നബി നേരിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ വിശ്വാസം ഒരു കടുകുമണിക്ക് പോലും മാറ്റം വന്നില്ല. മിച്ചൽ എച്ച്ഹാർട്ട് പറഞ്ഞതുപോലെ, ലോകത്തിൽ സ്വാധീനിച്ച 100 ആളുകൾ എന്നും 1-ാം നമ്പർ എൻ്റെ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മാഷാ അല്ലാ, വളരെ മനോഹരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചെറിയ ചരിത്ര സംഭവം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ബാദിയ നസ്രിൻ മാഷാ അല്ലാ വേങ്ങരയിൽ നിന്നും നമ്മോടൊപ്പം ശ്രോതാക്കളോടൊപ്പം ചേർന്നിരിക്കുന്നു.